ഹലോ വെൽക്കം ടു ലൈവ് സ്റ്റോൺ മലയാളം. ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത് വൈൽഡ് സ്റ്റോണിൻ്റെ ഏറ്റവും നല്ല പെർഫ്യൂംസിൽപ്പെട്ട ഒരെണ്ണമായിട്ടുള്ള വൈൽഡ് സ്റ്റോൺ എഡ്ജ് എന്ന പെർഫ്യൂമാണ്. ഈ എഡ്ജ് എന്ന പെർഫ്യൂം ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ബ്ലൈൻഡ് ബൈ പെർഫ്യൂംസ് അണ്ടർ 250 എന്നുള്ളതിൽ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ല വൈൽഡ് സ്റ്റോൺ പെർഫ്യൂമുകളിൽ ഒരെണ്ണമാണിത്, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും, നല്ല ഫ്രാഗ്രൻസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. സാധാരണ നമ്മൾ വൈൽഡ് സ്റ്റോൺ പെർഫ്യൂംസിൽ കാണുന്ന പോലെ തന്നെ ഉള്ളൊരു ബോക്സാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് റിച്ച് വൂഡി നോട്ട്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആർട്ടിമീസിയ, പച്ചോളി ആൻഡ് ലാപ്ഡനം, ഇത് മൂന്നുമാണ് ഇതിൻ്റെ നോട്ട്സ് എന്നാണ് ഇവർ ജസ്റ്റ് ഒരു ഹിൻറ്റ് മാത്രം ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓടെ പെർഫ്യൂമിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഓടെ പെർഫ്യൂം എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. 50 ml, ഇത് 100 ml വരുന്നുണ്ട്. 50 ml ഇങ്ങനെ ചെറിയൊരു ബോട്ടിലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ വാങ്ങിച്ചത് 205 rupees-നാണ്. ഇവിടെ MRP 399 ആണ്. അപ്പോൾ ഏതാണ്ട് ഒരു 50% ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. മിക്ക സമയത്തും ഒരു 210, 200 ആ ഒരു ലെവലിലാണ് പ്രൈസ് കാണാറുള്ളത്. പിന്നെ ബോട്ടിലും കാര്യങ്ങളൊക്കെ സാധാരണ വൈൽഡ് സ്റ്റോണിൻ്റെ നമ്മൾ സാധാരണ കാണുന്ന പെർഫ്യൂംസ് പോലെ തന്നെ. ക്യാപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാപ്പാണ്. ആറ്റമൈസർ കംപ്ലീറ്റ്ലി മെറ്റലാണ്, നല്ല ക്വാളിറ്റി ആറ്റമൈസറാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് നമ്മളടുത്തോട്ട് ഇങ്ങനെ ശരിക്കും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനി ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ആറ്റമൈസർ നല്ല ക്വാളിറ്റി ആറ്റമൈസറാണ്. ഫ്രാഗ്രൻസ് ഇത് എന്താ പറയുക, പാക്കോറബാൻ, ഇൻവിക്ടസ്, അതുപോലെ ഇൻവിക്ടസ് എക്വ, ഈ പെർഫ്യൂമുകളുടെ ഒക്കെ ഒരു ക്ലോണായിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നത്, ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ നല്ലൊരു ഫ്രഷ്നെസ്സാണ് വരുന്നത്. ഒരു മറൈൻ ഫ്രഷ്നെസ്സും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ലെമണിൻ്റെ ഫ്രഷ്നെസ്സും വരുന്നുണ്ട്. ഈ രണ്ട് ഫ്രഷ്നെസ്സാണ് ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ വരുന്നത്. പിന്നെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോഴാണ് ഇതിൽ ഇവർ മെൻഷൻ ചെയ്ത ലാബ്ഡനത്തിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നത്. ബേസ് നോട്ടിലേക്ക് വരുമ്പോൾ ഒരു വൂഡി നോട്ട്സും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ആംബറിൻ്റെ നോട്ട്സും വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ചൊരു ഫ്രൂട്ടി ടച്ചും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓൾ ടുഗദർ ഇതിൽ നമുക്ക് ഒരു ഇൻവിക്ടസിൽ കിട്ടുന്ന പോലത്തെ ആ ഒരു ചെറിയൊരു ഫ്രൂട്ടി ടച്ചും വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഫ്രഷ്നെസ്സും, ഒരു മറൈൻ അക്വാട്ടിക് ഫ്രഷ്നെസ്സുമാണ് ഈ പെർഫ്യൂമിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻവിക്ടസിൻ്റെ ക്ലോൺ എന്ന് പറയുമ്പോൾ ഇനി ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നേരത്തെ ഈ പ്രോഡക്റ്റ് ടൈറ്റാനിയം എന്നൊരു പെർഫ്യൂം ഉണ്ട്, ഇത് ഇൻവിക്ടസിൻ്റെ ക്ലോൺ അല്ലേ എന്നുള്ളത്. ഇത് ആക്ച്വലി ഇൻവിക്ടസിൻ്റെ ക്ലോണാണ്. ഇത് ഇൻവിക്ടസ് അക്വയുടെ ക്ലോണാണ്. അതായത് ഇതിൽ ചെറിയ അക്വാട്ടിക് നോട്ട്സ് കൂടുതലുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഫ്രൂട്ടി ടച്ചുള്ള ഒരു പെർഫ്യൂമായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഇത് രണ്ടും തമ്മിൽ ഫ്രാഗ്രൻസിൽ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ ഫ്രഷ്നെസ് കൂടുതലാണ്. പിന്നെ ഇത് എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ഒരു 2 to 2.5 hours വരെ നമ്മളൊരു സമ്മർ ക്ലൈമറ്റിൽ നമ്മളെ ബോഡിയിൽ ഇത് പ്രൊജക്റ്റ് ചെയ്യും. വിൻ്റർ ആണെങ്കിൽ ഒരു 3 to 3.5 hours വരെ കിട്ടും. പിന്നെ ഡ്രസ്സിൽ അപ്ലൈ ചെയ്താലാണ് ഇത് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത്. സാധാരണ പെർഫ്യൂംസ് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്താലാണ് കിട്ടുക. പക്ഷേ ഈ പെർഫ്യൂം എന്തുകൊണ്ടോ ഡ്രസ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫ്രാഗ്രൻസ് പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഇത് ഡ്രസ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4-5 മണിക്കൂറൊക്കെ അത് നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി സിന്തറ്റിക് ഇൻഗ്രീഡിയൻസ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് സാധാരണ ബോഡിയിൽ പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ മേ ബി അതായിരിക്കാം റീസൺ, ഐ ഡോണ്ട് നോ. അപ്പോൾ എന്തായാലും രണ്ട് ബോഡിയിലും അപ്ലൈ ചെയ്യുക, ഡ്രസ്സിലും അപ്ലൈ ചെയ്യുക. എവിടെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് കൂടുതൽ നമുക്ക് ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. ഞാൻ എൻ്റെ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. നല്ലൊരു ഓഫീസ് യൂസിന് പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഒരു എന്താ പറയുക, ഒരു 250 rupees-നുള്ളതിൽ ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂം തന്നെയാണ്. ചിലർക്ക് ചിലപ്പോൾ അത് പ്രൊജക്ഷൻ കുറവാണെന്നൊക്കെ തോന്നും. അത് ഓരോരുത്തരുടെ ബോഡി നാച്ചുറൽ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരും. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് 8 hours വരെയൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത്. അതും അങ്ങനെ തന്നെയാണ്, ഡിപ്പെൻഡ്സ് ഓൺ ബോഡി നാച്ചുറാണ്. അപ്പോൾ ഞാനിത് ഷർട്ടിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അപ്ലൈ ചെയ്ത ഒരു 6 മണിക്കൂർ ലെവലിലൊക്കെ ഷർട്ടിൽ ഇത് ഫ്രാഗ്രൻസ് നിന്നിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഓഫീസിനുള്ളിലായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഇത് നിൽക്കും. അതല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഇതൊരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫെയ്ഡ് ചെയ്ത് പോകും. പിന്നെ ഒരു 250 രൂപയ്ക്ക് എന്താ പറയുക, അത്രയും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂം തന്നെ കിട്ടണം എന്ന് നമ്മൾക്ക് മോഹിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒന്നും കിട്ടില്ല. അപ്പോൾ എനിവേസ് അതൊക്കെയാണ് വൈൽഡ് സ്റ്റോൺ എഡ്ജ് എന്ന ഈ പെർഫ്യൂമിൻ്റെ ഡീറ്റെയിൽസ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഒരു ഫ്രഷ് ഫ്രൂട്ടി ആൻഡ് സ്വീറ്റി ടൈപ്പ് ഫ്രാഗ്രൻസ് ഒക്കെ വരുന്ന അതുപോലെ തന്നെ ഒരു എക്കോട്ടിക് ഫ്രാഗ്രൻസ് ഒക്കെ വരുന്ന ഒരു പെർഫ്യൂമാണ്. ഇനി ഈ പെർഫ്യൂമിന് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂൾ വാട്ടർ വേവ് എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂമുണ്ട്, ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ വേവ്. സാധാരണ കൂൾ വാട്ടർ അല്ല, കൂൾ വാട്ടർ വേവ്. അപ്പോൾ ആ പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസിന് എത്തിക്കാൻ പറ്റും നമുക്ക് ഈ പെർഫ്യൂം വെച്ചിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡേവിഡ് ഓഫോ അല്ലെങ്കിൽ UDVയോ, അതായത് ഡേവിഡ് ഓഫിൻ്റെ ആ ഫ്രാഗ്രൻസ് ഉള്ള ഏതെങ്കിലും പെർഫ്യൂം ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം ബോഡിയിൽ.
അതിൻ്റെ മേലെ ഇതും അപ്ലൈ ചെയ്യാം. അത് രണ്ടും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മിക്സായിട്ട് കൂൾ വാട്ടർ വേവ് എന്ന പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു സംഭവം ഈ പെർഫ്യൂം കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് വൈൽഡ് സ്റ്റോൺ എഡ്ജ് എന്ന പെർഫ്യൂമിൻ്റെ ഡീറ്റെയിൽസ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.